യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കോഴിക്കോടും ഒപ്പം തന്നെ അടൂരും നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയിൽ പ്രതിഷേധിച്ചാണ് നഗരസഭാ കാര്യാലയത്തിന് നേരെയാണ് പ്രതിഷേധം. കോഴിക്കോടാണെങ്കിൽ കളക്ടറേറ്റിന് നേരെയും. കോഴിക്കോട് നേരത്തെ പോലീസ് ജലപീരങ്കിയൊക്കെ പ്രയോഗിച്ചിരുന്നു. ഇവിടെ അടൂരിൽ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം. ഇത് കോഴിക്കോടായ ദൃശ്യങ്ങളാണ് കാണുന്നത്, അടൂരല്ല. കോഴിക്കോടും അടൂരുമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം, ജലപീരങ്കി പ്രയോഗിക്കുന്നു. യൂത്ത് കോൺഗ്രസിലെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയിലുള്ള പ്രതിഷേധ പരിപാടികളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. നാളെയാണ് രാഹുലിന്റെ മറ്റ് കേസുകളിൽ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുന്നത്. രാഹുലുണ്ട്. രാഹുൽ, കണ്ണീർ വാതകവും പ്രയോഗിച്ചു കഴിഞ്ഞല്ലേ? ഒരു സംഘർഷ സാഹചര്യം ഉണ്ടോ? രാഹുൽ കേൾക്കാമെങ്കിൽ. കണ്ണീർ വാതകവും പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. പ്രവർത്തകർ കൂടുതൽ തടിച്ചുകൂടുന്നുണ്ടോ? തീർച്ചയായും സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. കണ്ണീർ വാതകം ഒന്ന്, അതായത് ശബ്ദം ചെണ്ണെന്നാണ് പറയുക. ചെണ്ണൊന്ന് പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു, അത് പൊട്ടി. രണ്ടാമതൊന്ന് എറിഞ്ഞു, അത് നേരെ പോലീസിന് നേരെ തന്നെ പ്രവർത്തകർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കല്ലേറ് ഉൾപ്പെടെ നടക്കുകയാണ്. ആ വിധത്തിൽ വലിയ രീതിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. സമരം ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രവർത്തകർ ആ സമയത്ത് തിരിഞ്ഞു പോകാതെ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു, ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷം ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ റോഡ് ഉപരോധത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. അതായത് ഒരു വിഭാഗം പ്രവർത്തകർ ബാരിക്കേഡിനടുത്ത് പോലീസുമായി വാക്കുതർക്കത്തിനും ഏർപ്പെടുന്നു. മറ്റൊരു വിഭാഗം പോലീസിന്റെ ബാരിക്കേഡ് ഉൾപ്പെടെ എടുത്തുകൊണ്ടുവന്ന റോഡ് ഉപരോധിക്കുകയാണ്. കോഴിക്കോട് വയനാട് പാതയാണ്. ആ റോഡ് ഉപരോധത്തിലേക്ക് കൂടി എത്തുന്നു. അപ്പോൾ പോലീസ് ഏതായാലും ഇനി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാതെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്ന സ്ഥിതിയാണ്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോവാം. കോഴിക്കോട് കളക്ടറേറ്റ് മാർച്ചാണ് ഇപ്പോൾ സംഘർഷഭരിതമായിരിക്കുന്നത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, കണ്ണീർ വാതകവും പ്രയോഗിച്ചു. പ്രവർത്തകർ അങ്ങനെ പിരിഞ്ഞു പോകുന്ന മട്ടില്ല. അവരുടെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടികളാണ് ഇപ്പോൾ പ്രവർത്തകരെ പ്രതിഷേധത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. Next
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടന്നിരുന്നു. ഇനിയും സമരം ശക്തമാക്കുമെന്ന നിലപാട് തന്നെയാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായ നടപടികൾ പോലീസും ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. 3 കേസുകൾ കൂടി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയാണ് അതിലുമുള്ളത്. നിലവിൽ എടുത്തിരിക്കുന്ന കേസിൽ നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് പോലീസ് ഇന്ന് 3 കേസ് കൂടി ചുമത്തിയത്. പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. രാഹുൽ, പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന മട്ടില്ലല്ലോ. പോലീസും തൽക്കാലം സംയമനം പാലിക്കുകയാണല്ലേ? നിലവിൽ പോലീസ് മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ കോഴിക്കോട് വയനാട് പാത, പ്രധാന പാതയാണ്, കളക്ടറേറ്റിന് മുമ്പിൽ തന്നെയുള്ള റോഡിലിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. പ്രത്യേകിച്ച് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി ഉണ്ടായ നടപടികളൊപ്പം ഈ മാർച്ചിന് നേരെ പോലീസ് ജലജീവൻ പ്രയോഗിച്ചിരുന്നു. ഇത് അനാവശ്യമാണെന്ന് പ്രവർത്തകർ പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാതെ ഗതാഗതവും പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന സ്ഥിതിയാണ്. പോലീസ് സംയമനം പാലിക്കുകയാണ്. പക്ഷെ അറസ്റ്റിലേക്ക് ഉടൻ തന്നെ കടക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ ഇപ്പോൾ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് വന്നു. 100 കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ
പങ്കെടുത്തു. നേരെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തി. ബാരിക്കേഡിന് മുകളിൽ കയറി. ഒപ്പം തന്നെ ഈ സിവിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇടത് അനുകൂല സംഘടനകളുടെ NGO ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഫ്ലെക്സ് ബോർഡുകൾ നിരവധിയായി ഉണ്ടായിരുന്നു. അത് നശിപ്പിച്ചു. ഈ പ്രതിഷേധം വരുന്ന വഴികളിൽ ഉണ്ടായിരുന്ന ഇടത് സംഘടനകളുടെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു. ബാരിക്കേഡിന് മറികടക്കാനുള്ള ശ്രമം ആ ഘട്ടത്തിൽ പോലീസ് ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷം ഉദ്ഘാടനത്തിലേക്ക് കടന്നു. NSU ജനറൽ സെക്രട്ടറി KM അഭിജിത്ത്, യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി വിജയ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു. അതിനുശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഈ ഉദ്ഘാടനത്തിന് ശേഷം വീണ്ടും ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമുണ്ടായി. ആ ഘട്ടത്തിൽ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. അതായത് ശബ്ദത്തോടു കൂടിയുള്ള ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. പിന്നീട് പ്രവർത്തകർ ഈ ബാരിക്കേഡിന് അവിടെ നിന്ന് മാറി നേരെ ഈ റോഡിലേക്കാണ് വന്നത്. പ്രധാന പാതയാണ്, കോഴിക്കോട് വയനാട് പാതയാണ്. അപ്പോൾ റോഡിൽ ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റായി ഗതാഗതം തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. പ്രവർത്തകർ ഏതായാലും സംഘടിച്ച് തന്നെ നിൽക്കുന്നു. പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. പിരിഞ്ഞു പോകില്ല എന്ന നിലപാടിൽ തന്നെയാണ്. അപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ പ്രതിഷേധമെല്ലാം നടക്കുന്ന സമയത്ത് ബാരിക്കേഡിനപ്പുറം നിന്ന പോലീസിന് നേരെ ചെരുപ്പും അതുപോലെ കല്ലേറും ഉണ്ടായി എന്നൊരു കാര്യം കൂടിയാണ്. ഏതായാലും പ്രവർത്തകർ അതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാതയിലേക്ക് വന്ന് ഉപരോധിക്കുന്നു. ഈ ഘട്ടത്തിൽ മറ്റു നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. പക്ഷേ അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ ബലപ്രയോഗത്തിലൂടെ അല്ലാതെ അറസ്റ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ബലപ്രയോഗത്തിലൂടെ ഉടനല്ല അല്പസമയത്തിനകം അറസ്റ്റ് ചെയ്ത് നീക്കും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. ശരി, രാഹുലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോടും അടൂരിലുമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായത്. അതിൽ കോഴിക്കോട് ജലപീരങ്കിയും കണ്ണീർ വാതകവും ഒക്കെ പോലീസ് പ്രയോഗിച്ചു.